മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മമതാ ബാനർജി 8 നിലയിൽ പരാജയപ്പെടുമെന്നുള്ളത് മമത തന്നെ ഉറപ്പിച്ചതിന്റെ ലേറ്റസ്റ്റ് തെളിവാണ്. കഴിഞ്ഞ അർദ്ധരാത്രിയില് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മമത എത്തിയതും അവിടെ നിന്ന് തോന്നിയത് വിളിച്ചു പറഞ്ഞത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ്. മമത ഉറപ്പിച്ചു കഴിഞ്ഞു, പരാജയം തന്നെയാണ് തനിക്ക് വരാൻ പോകുന്നത് എന്ന്. അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ വലിയ സംഭവമാക്കി. എന്തിനാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇവിടെ വലിയ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യ, മമത ജനാധിപത്യത്തെ ബംഗാളിൽ കശാപ്പ് ചെയ്യല്ലേ? അതിന് എത്ര തെളിവുകൾ വേണമെങ്കിലും നമുക്ക് മുന്നോട്ട് നിരത്താൻ സാധിക്കൂലേ? BJP ബംഗാളിലും അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യ. നമ്മുടെ കേരളത്തിലെ BJP വിരുദ്ധരായിട്ടുള്ള സകല മാധ്യമങ്ങളും സാഠാകുടഞ്ഞ് എഴുന്നേറ്റിട്ട് മമതക്കൊപ്പം നിൽക്കുക. എന്ത് തണ്ടിത്തരോ, എന്തു നെറികേട്, എന്ത് ചെറ്റത്തരോ ആര് ചെയ്താലും അവർ BJPക്കെതിരെ ആണെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നതൊക്കെ എത്ര ഊളത്തര. സാക്ഷാൽ രാഹുൽ ഗാന്ധി പോലും വിളിച്ചു പറഞ്ഞിട്ടില്ലേ, മമത ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു, മമത ഗുണ്ടാപ്പണിയാണ് അവിടെ എടുക്കുന്നത്, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഭീകരതയാണ്, തൃണമൂൽ ഭീകരതയാണ്, കോൺഗ്രസ് പ്രവർത്തകനെ കൊല ചെയ്തത്. ഇതൊക്കെ എത്ര തവണ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞു. ഇനി യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബംഗാളിൽ സാധാരണക്കാര് വോട്ട് ചെയ്യാൻ വരുന്നത്, സകലരും എത്തുന്നത് അത് കേന്ദ്രസേന ഉണ്ടായത് കൊണ്ടാണ് എന്നുള്ളത് വിളിച്ചു പറഞ്ഞത് ഏതെങ്കിലും BJP നേതാവല്ല, അതിൻ രഞ്ജൻ ചൗധരി, ബംഗാളിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവ്, നിരവധി തവണ സഭയിൽ ഉൾപ്പെടെ മുന്നോട്ട് പോയിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള, സഭയിൽ ഒരു തവണ പാർട്ടി നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവും വിളിച്ചു പറയുന്നു അവിടെ ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നത് കേന്ദ്രസേന ഉണ്ടായത് കൊണ്ട്, അതായത് BJP ഉള്ളത് കൊണ്ടാണ് ബംഗാളിൽ ജനാധിപത്യം ഉള്ളത് എന്നുള്ളത് കോൺഗ്രസ് പോലും വിളിച്ചു പറയുന്നു. ഇനി കോൺഗ്രസ് മാത്രമാണോ ഈ പറയുന്ന ബംഗാളിലെ ഇടതുപക്ഷം എന്താ വിളിച്ചു പറയുന്നത്? മമതാ ബാനർജി ഗുണ്ടാപ്പണിയാണ് അവിടെ എടുക്കുന്നത്, ഗുണ്ടകൾക്കാണ് അവിടെ നേതൃത്വം കൊടുക്കുന്നത്, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു മമത അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് നിരന്തരം ഈ പറയുന്ന ഇടതുപക്ഷം ബംഗാളിൽ വിളിച്ചു പറയുന്നില്ലേ? ഇതൊക്കെയും വിളിച്ചു പറഞ്ഞിട്ടോ എങ്ങനെയാ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ കാവൽക്കാരി എന്നൊക്കെ പറഞ്ഞ് മമതയെ പൊക്കിപ്പിടിക്കാൻ സാധിക്കുന്നത്? മീഡിയ വണ്ണിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വോട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ജീവൻ നൽകി പോരാടും. ഭവാനിപൂരിലെ സ്ട്രോങ് റൂമിൽ അർദ്ധരാത്രി മിന്നൽ സന്ദർശനം നടത്തി മമതാ ബാനർജി. ആവേശത്തിൽ വാർത്ത കൊടുക്കുക. ഇതിന് വന്നിട്ടുള്ള ഒരു 1-2 ഉദാഹരണങ്ങൾ കമന്റ് ഞാനൊന്നെടുത്ത് മുന്നോട്ട് വെക്കാം. ഒരു മുസ്ലിം ലീഗിന്റെ പ്രൊഫൈലിൽ നിന്നാണ് ഈ കമന്റ് വന്നിട്ടുള്ളത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ബംഗാളിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. ദീദിയെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ജനാധിപത്യത്തിൽ ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടുന്നത് ആരായാലും അവരെ ജനാധിപത്യ വിശ്വാസികൾ പിന്തുണക്കണം. ഒരു മുസ്ലിം ലീഗിന്റെ പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളൊരു കമന്റാ. ഇതാണ് ഇവിടെയുള്ള മുസ്ലിം ലീഗുകാരുടെ, ഇവിടെയുള്ള സുഡാപ്പികളുടെ, ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ, ഇവിടെയുള്ള പോപ്പുലർ ഫ്രണ്ടുകാരൻ ഉയർത്തിപ്പിടിക്കുന്നത്. എന്ത് നെറികേട് ചെയ്താലും പ്രശ്നമല്ല, പക്ഷെ BJPക്കെതിരെ നിലപാടെടുത്താൽ മാത്രം മതി. സാക്ഷാൽ രാഹുൽ ഗാന്ധി മമതയെ തള്ളി പറയുന്നു, ഇടതുപക്ഷം മമതയെ തള്ളി പറയുന്നു. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, ഈ പറയുന്ന ബംഗാളിലുള്ള രാജ്യത്തെ സകല പ്രതിപക്ഷ പാർട്ടികളും ഒരേപോലെ പറയാണ് അവിടെ ജനാധിപത്യമുള്ളത് BJP സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ്, കേന്ദ്രസേന അവിടെ ഇറങ്ങിയത് കൊണ്ടാണ്, കേന്ദ്ര സർക്കാർ ഉള്ളത് കൊണ്ടാണ് ബംഗാളിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. എന്തിനേറെ പറയുന്നു, അവിടെ ഒരു ബൂത്തില് വ്യക്തമാക്കിയിട്ട് ഈ താമര ചിഹ്നം മറച്ചു വെച്ചിട്ട് അവിടെ ഒരു ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോയില്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അതായത് നമ്മുടെ കേരളത്തില് UDF LDFിനെതിരെയാണ് അവിടെ നമ്മുടെ കേരളത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമൊക്കെയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ട്രോങ് റൂം ഒക്കെയായി ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടാവുമ്പോഴേക്കോ അത് LDF, നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളും മത്സരിച്ചു പറയും LDF. അതെന്തുകൊണ്ടാ? നമ്മുടെ കേരളം ഇടത് സർക്കാർ ആയതുകൊണ്ട് ഇടത് ഉദ്യോഗസ്ഥന്മാരത് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ അതേപോലെ എന്തുകൊണ്ടാ
ബംഗാളിൽ ഈ പറയുന്ന വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മമതയാണ്. മമത അടക്കി ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മമതയ്ക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാണ് എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? സകല ആളുകൾക്കും അറിയുന്നതല്ലേ. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോഴേക്ക് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാര് ഓരോ സ്റ്റേറ്റിലും വന്നിട്ട് അവർ ഇലക്ഷൻ നടത്തി അങ്ങ് പോവല്ല, മറിച്ച് അതത് സ്റ്റേറ്റുകളിലെ ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാരാണ് ഇലക്ഷൻ സകല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ മമത പരാജയപ്പെടുന്നത് ഉറപ്പുവരുത്തിയപ്പോ മമതയുടെ ഉദ്യോഗസ്ഥന്മാർ തോന്നിവാസം ചെയ്യുന്നത് അത് BJP എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കുക? താമര ചിഹ്നം പോലും മറച്ചു പിടിച്ചിട്ട് അവിടെ ഒരു ബൂത്തിലുള്ള സംഭവ സകല നാഷണൽ മീഡിയാസിൽ വാർത്തയാ. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയല്ല, നമുക്കറിയാവുന്നതല്ലേ. അതായത് ഒരു മെഡിക്കൽ കോളേജിൽ മുമ്പുണ്ടായിട്ടുള്ള വലിയ വിഷയമുണ്ടായതല്ലേ. അതായത് ആർജിക്കർ കോളേജിൽ, മെഡിക്കൽ കോളേജിൽ ഒരു യുവ ഡോക്ടർ, ഒരു വിദ്യാർത്ഥി ഡോക്ടറായിട്ടുള്ള പീഡിപ്പിച്ച് മമതയുടെ ഗുണ്ടകൾ കൊലപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ടു മമത ഗിമ്മിക്കുകൾ കാട്ടി ഇരക്കൊപ്പമാണോ എന്നൊക്കെ വിളിച്ചു. മമതയുടെ ഗുണ്ടകൾ ചെയ്തതിൽ പോലും ഗിമ്മിക്ക് കാട്ടിയിട്ടുണ്ട്. ഈ ഒരു പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ വിഷയത്തിൽ പോലും മമതാ ബാനർജി അവരുടെ ഗുണ്ടകൾക്കൊപ്പം നിന്നു. ആ പീഡനമേറ്റു കൊല്ലപ്പെട്ട ഇരയായിട്ടുള്ളവരുടെ മാതാവിനെ BJP ഇത്തവണ ഇത്തവണ ബംഗാളിൽ മത്സരിപ്പിക്കുന്നുണ്ട്. ഇത് അതായത് അന്താരാഷ്ട്ര തലത്തിൽ അത് വാർത്തയാ. ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ ന്യൂസ് ചെയ്തിട്ടുണ്ട്. ഇരയായിട്ടുള്ളവരുടെ മാതാവിനെ BJP മത്സരിപ്പിക്കുന്നു, വലിയ രീതിയിൽ മാതൃക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയാ. നമ്മുടെ മാധ്യമങ്ങൾ ഇതെന്തെങ്കിലും വാർത്ത ചെയ്തു? കാരണം എന്താ? ഇത് മമതക്കെതിരെയായി പോവല്ലോ. മമതയുടെ ഗുണ്ടകൾ ക്രൂരത ചെയ്തതിനെ BJP വളരെ വ്യക്തമായിട്ട് ബംഗാളിൽ ഉടനീളം അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ആളുകളെ പോലും BJP ഉയർത്തിക്കാട്ടി സ്ഥാനാർത്ഥിയാക്കി വ്യക്തമായിട്ട് മമതയുടെ ക്രൂരതകൾ എണ്ണി ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ട് ബംഗാളിൽ മമത 8 നിലയിൽ പരാജയപ്പെടാൻ പോകുമ്പോ ഒരു ഉളുപ്പില്ലാതെ മമത കഴിഞ്ഞ അർദ്ധരാത്രിയിൽ EVM തട്ടിപ്പോയെന്ന് പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ ചില്ലറ ഉളുപ്പൊന്നല്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് വേണ്ടത്. ചില്ലറ ഉളുപ്പുകേടൊന്നല്ല നമ്മുടെ മാധ്യമങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മമത 8 നിലയിൽ പരാജയപ്പെടാൻ പോവാ. അതിന്റെ വിരളി പിടിക്കലായി ചെയ്തു കൂട്ടുന്ന സകലതോ അത് മനസ്സിലാക്കാൻ സാമാന്യ ബോധം പോലെ. എന്നിട്ട് ഇവിടെയുള്ള സുഡാപ്പികൾ, ജമാഅത്തെ ഇസ്ലാം, പോപ്പുലർ ഫ്രണ്ട്, ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മമതക്കൊപ്പം നിൽക്കുക. ഞാനൊരു കാര്യം എടുത്തു പറയാം. ഇവിടെ മമത പരാജയപ്പെടുന്നതോട് കൂടിയിട്ട് മമത എന്തിനും തയ്യാറായിട്ട് നാട് കുളമാക്കാൻ സകല ഗുണ്ടകളുമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുക. അതും സമാധാനത്തിലേക്ക് നിലനിർത്താൻ കേന്ദ്ര സർക്കാരേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന ജനാധിപത്യ വിരുദ്ധതയോ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ സംവിധാനമേ ഉള്ളൂ. അവർ കേന്ദ്രസേനയെ ബംഗാളിൽ വലിയ രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട്, വലിയ രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കേന്ദ്രസേന ഇറക്കിയ വോട്ടെണ്ണലിന് ശേഷവും മമതയുടെ ഗുണ്ടകൾ എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് മലയാളികൾ തിരിച്ചറിയണോ? മഹത്തായ ജനാധിപത്യത്തേക്ക് രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ എന്തോ ചെയ്തു, മമത എന്തോ സംഭവം എന്നൊക്കെ പറയുന്നത് ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ?